ലോകത്തിലെ ആദ്യത്തെ 4 മക്കൾ അച്ഛനെ അനുസരിച്ചില്ല. ബ്രഹ്മാവിനോട് പറഞ്ഞു, ഞങ്ങൾ അനുസരിക്കാൻ ഭാവമില്ല, ഞങ്ങൾ സന്യാസത്തിലേക്ക് പോവുകയാണ്. അതാണത്രേ 4 സനകാദികൾ എന്ന് പറയുന്ന 4 സന്യാസിമാര്, കൊച്ചുകുട്ടികളാണ്. അവരതുകൊണ്ട് എന്ത് ചെയ്തു? ജീവിതകാലം മുഴുവൻ കൊച്ചുകുട്ടികളായിട്ട് മാറി. ആ ഒരു മാനസിക നില ഉണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ സന്തോഷമായിട്ട് കൊച്ചുകുട്ടികളായിട്ട് ഓടി നടന്ന് കളിക്കാനുള്ള ഉന്മേഷം, ഊർജ്ജസ്വലത നമുക്ക് ലഭിക്കും. എന്തുകൊണ്ടാണ് നമ്മളൊക്കെ ഇതുപോലെ ഒടിഞ്ഞു വളഞ്ഞ്, നട്ടല് വളഞ്ഞ്, ഒന്ന് ചിരിക്കാൻ പോലും ആകാതെ, കണ്ണിന് ചുറ്റും ഇതാ കറുപ്പ വലയങ്ങളൊക്കെ വീണ് ചുമച്ചും കുരച്ചും കഴിയുന്നത്? ഇതേ ആളുകളാണ് 10, 40, 50 വർഷം മുമ്പ് ഈ പാടവരമ്പത്തൂടെയും റോഡിലൂടെയും ഓടി നടന്നത്. എങ്ങനെ വയസ്സായി? വയസ്സാകാൻ കാരണം പ്രാരബ്ധം നമ്മളെ വയസ്സാക്കി. അല്ലെങ്കിൽ വാർദ്ധക്യത്തിലും നമുക്ക് ഉറക്കെ ചിരിക്കാൻ കഴിഞ്ഞേന്. ഇനി ഉറക്കെ ചിരിക്കാൻ കഴിയുന്ന ഒരു കാലമുണ്ട്. ഓർമ്മകളൊക്കെ പതുക്കെ വിട വാങ്ങിക്കഴിഞ്ഞാൽ ഉറക്കെ ചിരിക്കുന്നത് കാണാം. ചിലപ്പോൾ 90 കഴിഞ്ഞിട്ടുള്ള അമ്മമാരോ അല്ലെങ്കിലോ അച്ഛൻ മുത്തശ്ശന്മാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ചെന്ന് നോക്കുക, വെറുതെ ചിരിക്കുന്നത് കാണാം. ഈ വാർദ്ധക്യത്തിൽ എങ്ങനെ ചിരിക്കാൻ കഴിയുന്നു? വാർദ്ധക്യത്തിൽ എങ്ങനെ ചിരിച്ചു എന്നറിയണമെങ്കിൽ ചെറുപ്പകാലത്ത് ചിരിച്ച് ഓർത്തു നോക്കുക. 2 വയസ്സ് 3 വയസ്സുള്ള കുട്ടികൾ വെറുതെ ചിരിക്കും. 6 മാസം പ്രായമുള്ള കുട്ടി ചിരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വെറുതെ ചിരിക്കും. നമുക്കൊക്കെ ചിരിക്കണമെങ്കിൽ പ്രത്യേക കാരണം വേണം. ബർത്ത്ഡേക്ക് അല്ലെ, സ്കൂൾ കുട്ടികളോടൊക്കെ ചോദിച്ചു നോക്കിയാൽ മതി, ലോകത്ത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസം ഏതാണ്? പറയും കഴിഞ്ഞ ബർത്ത്ഡേ. അതിന് മുമ്പും ഇല്ലായിരുന്നു, അതിന് ശേഷവും ഇല്ല. മാരേജ് ഡേ, ജോലി കിട്ടിയ ദിവസം, ലോട്ടറി കിട്ടിയ ദിവസം, വല്ലപ്പോഴും മാത്രം കിട്ടുന്ന സന്തോഷം. പക്ഷേ കൊച്ചുകുട്ടികളെ സംബന്ധിച്ചോ അതിവൃദ്ധന്മാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചോ ഓർമ്മകൾ വിടവാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സന്തോഷത്തോട് സന്തോഷമാണ്, ആനന്ദമയം. അപ്പൊ ആരാണ് നമ്മളെ ഈ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്? ആരാണ് നമ്മളെ വൃദ്ധരാക്കുന്നത്? ആരാണ് നമ്മളെ വിഷമത്തിലാഴ്ത്തുന്നത് എന്ന് ചോദിച്ചാൽ മനസ്സാണ്. വേലും മയിലും തുണയി എന്ന് പറയുമ്പോ ഭഗവാനെ വേലായുധ സ്വാമി മയിലിന്റെ നാഥനായ, വേലിന്റെ നാഥനായിട്ടുള്ള സ്വാമി, ആ സ്വാമിയാണ് ദക്ഷിണാമൂർത്തി ഭഗവാന് ഓംകാര തത്വം ഉപദേശിച്ചു കൊടുത്തത്. സനകാദികളുടെ കഥ പറഞ്ഞു വരികയാണ് നമ്മൾ. സനകാദികൾക്ക് ഒരു ഗുരുവിനെ വേണം. ഇതൊരു ഭാഗവത കഥയാണ്. സനകാദികൾക്ക് ഗുരുവിനെ വേണം. അപ്പോൾ ബ്രഹ്മാവിനോട് അച്ഛനോട് തന്നെ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം, ഞാൻ പഠിപ്പിക്കാം. അച്ഛൻ പഠിപ്പിക്കണ്ട. ഒന്നാമത് അച്ഛനാ. ഈ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾ അങ്ങനെ വലിയ വില കൊടുക്കാറില്ല. അത് അന്നും അങ്ങനെയാണ്. അതുകൊണ്ട് അച്ഛൻ പഠിപ്പിക്കേണ്ട, വേറെ വല്ലവരും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നാൽ മതി. മറ്റു 2 പേരൂടെ ഉണ്ടല്ലോ ത്രിമൂർത്തികളിൽ, വിഷ്ണുവുണ്ട്, മഹാദേവനുണ്ട്. ഞങ്ങൾ മഹാവിഷ്ണുവിനെ ചെന്ന് കാണാം. മഹാവിഷ്ണുവിനെ ഞങ്ങൾ ഗുരുക്കന്മാരാക്കാം. നേരെ അവിടെ ചെന്നപ്പോൾ മഹാവിഷ്ണു മഹാലക്ഷ്മിയോടുകൂടി ഒന്നിച്ചിരിക്കുക. അവരങ്ങനെ വർത്തമാനം പറയുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. സനകാദികൾ പറഞ്ഞു, ഇത് വേണ്ട, ഇത് കുടുംബസ്ഥനായിട്ടുള്ള ആളാണ്. ഇദ്ദേഹം ഇങ്ങനെ വിവാഹം കഴിച്ച് കുടുംബ പ്രാരാബ്ധമായിരിക്കുന്ന ഇദ്ദേഹത്തിന്റെ അടുക്ക ചെന്ന് എങ്ങനെ ട്യൂഷൻ പഠിക്കുക? ആത്മജ്ഞാനത്തിനാണ് പോകുന്നത്. കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹം മക്കൾ കരഞ്ഞു എഴുന്നേറ്റ് അകത്തേക്ക് പോയെന്ന് വരും. അതുകൊണ്ട് ഇവിടെ ശരിയാവില്ല. മഹാവിഷ്ണു ചോദിച്ചു, എന്താ വന്നത്? ഒന്നുമില്ല, വെറുതെ ഒന്ന് കാണാൻ വന്നതാണ്, തൃപ്തിയായി ഞങ്ങൾ പോവുകയാണ്. അടുത്ത ആളിനെ ചെന്ന് കണ്ടു, മഹാദേവൻ. അവിടെ ചെന്നപ്പോൾ അതിലേറെ പ്രശ്നം. മഹാദേവൻ ഇരിപ്പുണ്ട്, ശ്രീപാർവതിയുണ്ട്, 2 മക്കളും ഉണ്ട്, അത് കൂടെ ഇരിക്കുക. സനകാദികൾ പറഞ്ഞു, ഇവരുടെ മുമ്പിലിരുന്ന് എങ്ങനെയാണ് ബ്രഹ്മജ്ഞാനം നേടുക? അതുകൊണ്ട് മഹാദേവന്റെ മുൻപിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇതെവിടെ ചെന്നാലും ഇത് തന്നെ അവസ്ഥ. കുടുംബക്കാരായിട്ടുള്ള ആളുകളുടെ അടുക്കൽ നിന്ന്, ഗൃഹസ്ഥന്മാരായിട്ടുള്ള ആളുകളുടെ മുൻപിൽ നിന്ന് ഞങ്ങൾക്ക് വിദ്യ അഭ്യസിക്കേണ്ട. കാരണം അവര് എപ്പോഴും വികാരങ്ങൾക്ക് അടിമപ്പെട്ടവരാ. അവർക്ക് പ്രാരബ്ധം ഒഴിഞ്ഞിട്ട് മറ്റൊന്നുമില്ല. ഞങ്ങൾക്ക് വേണ്ടത് പൂർണ്ണമായ ആനന്ദത്തിൽ കഴിയുന്ന ഒരു സന്യാസി, അതും യുവാവായിട്ടുള്ള ഒരു സന്യാസിയെ വേണം. അങ്ങനെയുള്ളവരെ അന്വേഷിച്ച് നടക്കുക. എവിടെ കിട്ടാനാ? മഹാദേവൻ പറഞ്ഞു, ഓക്കെ, പോയി അന്വേഷിച്ച് നോക്കിയോളൂ, എവിടെയെങ്കിലും കാണും. അമ്പലത്തിന്റെ ഈ ഗോപുരനടയിലൊക്കെ ചെന്ന് നിന്നാൽ ബീഡി വലിച്ചുകൊണ്ട് നിൽക്കുന്ന കുറെ സ്വാമിമാരില്ലേ, ആ കൂട്ടത്തിൽ അന്വേഷിച്ച് നോക്കുക, ബ്രഹ്മജ്ഞാനം നേടിയ വല്ലവരും ഉണ്ടോ ഈ കൂട്ടത്തിൽ എന്ന്. കിട്ടുമായിരിക്കണം. സനകാദികൾ പറഞ്ഞു, കിട്ടാൻ വിഷമമാണ്, ഞങ്ങൾ ഏതായാലും അന്വേഷണം തുടരാം. അമ്മ ശ്രീപാർവതി പതുക്കെ മഹാദേവനോട് ചോദിച്ചു,
ആ പോകുന്ന കുട്ടികളുടെ അവസ്ഥ കണ്ടിട്ട് വിഷമം തോന്നുന്നില്ലേ? അവർക്കൊരു ഗുരുവിനെ കൊടുക്കരുതോ? മഹാദേവൻ പറഞ്ഞു, ഞാനും അത് ആലോചിക്കായികയില്ല. അവർക്കൊരു ഗുരുവിനെ കൊടുക്കണം. പക്ഷെ ഞാൻ ഈ അവസ്ഥയിൽ അവരെന്നെ ഒട്ട് സ്വീകരിക്കുന്നില്ല. ഗുരുവിനെ നമ്മൾ മനസ്സുകൊണ്ട് സ്വീകരിക്കണം. ഗുരുവിനെ മനസ്സുകൊണ്ട് സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ നമുക്ക് ഒന്നും തലയിലേക്ക് കയറില്ല. അപ്പൊ അതുകൊണ്ട് എന്നെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്, അങ്ങയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു വഴിയേ ഉള്ളൂ. അവരെന്താണോ, ഏത് തരത്തിലാണോ ഗുരുവിനെ അവര് മനസ്സിൽ കാണുന്നത്, ആ തരത്തിലുള്ള ഗുരുവായി കടന്നു ചെല്ലുക. ശരി, അങ്ങനെയല്ല. അങ്ങനെയാണ് അത്രേ ഹിമാലയ പർവ്വതത്തിന്റെ താഴ്വരങ്ങളിലൊന്ന് നടന്നു വന്ന സനകാദികള് പെട്ടെന്ന് അവിടെ നിന്ന് ഒരു വലിയ മരത്തിന്റെ ചുവട്ടിൽ കണ്ണടച്ചിരിക്കുന്ന ഒരു മുനിയെ കാണുന്നു. നേരെ അവിടെ ചെന്നു. ആ മുനിയെ കണ്ടപ്പോൾ തന്നെ നല്ല തേജസ്. അദ്ദേഹത്തോട് ചെന്ന് ചോദിച്ചാലോ, ഞങ്ങൾക്ക് കുറച്ച് ക്ലാസ് എടുത്തു തരുമോ? ബ്രഹ്മജ്ഞാനത്തെക്കുറിച്ച്, ഞങ്ങൾക്ക് വേദാന്തത്തെക്കുറിച്ച് കുറച്ച് ക്ലാസ് എടുത്തു തരുമോ? ചോദിച്ചാലോ എന്ന് കരുതി നേരെ മുമ്പിലെത്തിയെങ്കിൽ ഈ ഗുരു കണ്ണ് തുറക്കുന്നില്ല, നോക്കുന്നില്ല. അവിടെ അങ്ങനെ ഇരുന്നു. ശിഷ്യന്മാര് മുൻപിലിരുന്നു. ദിവസങ്ങൾ കടന്നു, മാസങ്ങൾ കടന്നു, വർഷങ്ങൾ കടന്നു. ഗുരു ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ നാളുകൾ കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം ഗുരു നെല്ലെ കണ്ണ് തുറന്നു നോക്കിയപ്പോ 4 ശിഷ്യന്മാരിരിപ്പുണ്ട്. 4 പേരും കണ്ണടച്ചിരിക്കുകയാണ്. നിശബ്ദതയിലൂടെ, മൗനത്തിലൂടെ കൈമാറിയ ജ്ഞാനം. ഏത് ജ്ഞാനവും കൈമാറുന്നത് വാചാലമായിട്ടല്ല, മൗനത്തിലൂടെയാണ്. അതാണ് മൗനവ്യാഖ്യ പ്രകടിത പരബ്രഹ്മ തത്വം യുവാനാം. യുവാക്കൾക്ക് മൗനവ്യാഖ്യ പ്രകടിത പരബ്രഹ്മ തത്വം മൗനത്തിലൂടെ, സൈലൻസിലൂടെ, ത്രൂ സൈലൻസ് ദേ വിഷ്വലൈസ് ദി കൺസെപ്റ്റ് ഓഫ് പരബ്രഹ്മ. പരബ്രഹ്മത്തിന്റെ തത്വം ആ മൗനത്തിലൂടെ വ്യാഖ്യാനിച്ചു കൊടുത്തു. ഒരൊറ്റ മൗനം, അധികം ഒന്നും പറഞ്ഞില്ല. ഗുരുക്കന്മാര് തമ്മില്, അല്ലെങ്കിൽ നല്ല ഗുരുവിന്റെ മുൻപിലേക്ക് കടന്നു ചെന്ന് കുറച്ചു നേരം നോക്കി നിന്നാൽ നമ്മുടെ മനസ്സ് നിറയുന്നത്, സന്തോഷമുണ്ടാകുന്നത് വർത്തമാനം പറഞ്ഞിട്ടല്ല. ശ്രീനാരായണ ഗുരുദേവൻ രമണ മഹർഷിയെ കാണാൻ ചെന്നു. രമണ മഹർഷിക്ക് തമിഴും തെലുങ്കും ഒക്കെയാണ് കൂടുതൽ വശം. നാരായണ ഗുരുദേവന് തമിഴ് അല്പം വശമുണ്ടെങ്കിലും മലയാളമാണ് കൂടുതൽ ഇഷ്ടം. 2 പേരും കുറെ നേരം നോക്കി നിന്നു. അവിടെ അങ്ങനെ ഇരുന്നു. 2 പേരും ധ്യാനത്തിൽ ലയിച്ചു. എങ്ങനെ സംഭവിച്ചു? അതാണ് മൗനവ്യാഖ്യം, മൗനത്തിലൂടെ കൈമാറുന്ന ആധ്യാത്മിക സന്ദേശം. ഏറ്റവും നല്ല പഠനമെന്ന് പറയുന്നത്, ആധ്യാത്മിക പഠനമെന്ന് പറയുന്നത് മൗനത്തിൽ ലഭിക്കുന്നതാണ്. ആ സൈലൻസ്. നമ്മൾ ക്ഷേത്രത്തിന് മുൻപിൽ ചെന്ന്, നടയുടെ മുൻപിൽ ചെന്ന് കണ്ണു തുറന്ന് ഉള്ളിലേക്ക് നോക്കി കഴിയുമ്പോൾ പുറത്തു കൊട്ടുന്ന ചെണ്ടമേളം കൊണ്ടല്ല നമുക്ക് ഭക്തി വരുന്നത്. വെളിച്ചത്തിന്റെ പ്രഭവമല്ല, എന്തോ ഒന്ന് ഉള്ളിൻ്റെ ഉള്ളില് ആ നിശബ്ദതയിലൂടെ, മൗനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നു എന്നൊരു തോന്നല്. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഈ വനത്തിനുള്ളിൽ ആരെങ്കിലും പോയിട്ടുണ്ടോ എന്നറിയില്ല. നമ്മൾ വനത്തിനുള്ളിലൊക്കെ പോകുന്നതുകൊണ്ട് എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു യോഗ ഗ്രൂപ്പിന്റെ കൂടെ ഒരു വനത്തിലേക്ക് കടന്നുപോയി. ഞങ്ങൾ ഗ്രൂപ്പായിട്ടാണ് കടന്നു ചെന്നത്. അപ്പൊ ആ യോഗ ടീച്ചർ ഒരു ചെറിയ ഒരു എക്സസൈസ് തന്നു. വനത്തിന്റെ ഉള്ളിൽ ചെന്ന് ഒരു പാറയുടെ മുകളിലേക്ക് ഇരുത്തിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇപ്പൊ വരാം, ഞങ്ങൾ ആരും ഇവിടെ ഉണ്ടാകുകയല്ല, നിങ്ങളൊക്കെ ഓരോ പാറയുടെ മുകളിൽ കയറി കുറച്ച് നേരം ഇരിക്കുക. ഒരു ഉപകാരം ചെയ്യണം, വേറൊന്നും ആലോചിക്കരുത്. ഇവിടെ ഇരുന്ന് വീട്ടിലെ കാര്യം ആലോചിക്കുകയോ മൊബൈലിൽ റേഞ്ച് ഉണ്ടോ നോക്കുകയോ ഒന്നും ചെയ്യരുത്. ഇവിടെ വെറുതെ ഇരുന്നോളൂ. നിവൃത്തി ഉണ്ടെങ്കിൽ ഒന്നും ആലോചിക്കാതിരിക്കുക. കുറെ നേരം അവിടെ ഇങ്ങനെ ഇരുന്നു, കണ്ണടച്ച് അങ്ങനെ ഇരുന്നു. എന്ത് കേൾക്കുന്നുണ്ടോ? ഒരു ശബ്ദവുമില്ല. ആദ്യമൊന്നും ഒരു ശബ്ദവും കേട്ടില്ല. അങ്ങനെ കുറെ നേരം കഴിഞ്ഞപ്പോ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. ദൂരെ ഒരു കിളി ചിലയ്ക്കുന്ന ശബ്ദം, താഴ്വരയിലൂടെ ഒഴുകുന്ന പുഴയുടെ ശബ്ദം, ഏതോ മൃഗങ്ങൾ നടന്നു പോകുമ്പോൾ ചവിട്ട് അടികളുടെ ശബ്ദം, ഇതൊക്കെ കേട്ടു. ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വന്നിട്ട് ചോദിച്ചു, എന്തൊക്കെ കേട്ടു? കിളിയുടെ ശബ്ദം കേട്ടു, കാട്ടാർ ഒഴുകുന്ന ശബ്ദം കേട്ടു, ഇതൊക്കെ കേട്ടു. സാധാരണഗതിയിൽ ഇത് കേൾക്കാൻ കഴിയുമോ? കേട്ടിട്ടില്ല.
സാധാരണഗതിയിൽ നമ്മൾ എന്തൊക്കെ കേൾക്കാതിരിക്കുന്നു അതൊക്കെ കേൾക്കും. കണ്ണടച്ച് നിശബ്ദതയെ മാത്രം, വേറെ ഒന്നും ചിന്തിക്കേണ്ട, വേറെ ഒന്നും ചിന്തിക്കാതെ, ഒന്നും ശ്രദ്ധിക്കാതെ മനസ്സിനെ അലൗ ചെയ്യുക. എന്തിനാ? നിർബാധം അങ്ങ് നടന്നു പോട്ടെ, മനസ്സ് അവിടെ അങ്ങനെ ഇരിക്കട്ടെ. ഞാൻ ഒന്നും ചിന്തിക്കുന്നില്ല, ഞാൻ ഒന്നും കേൾക്കുന്നില്ല, ഞാൻ ഒന്നും പറയുന്നില്ല. ആ സമയം ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു തെളിമ ഒഴുകി വരും, ഒരു ജ്ഞാനം ഒഴുകി വരും. അതാണ് ഈ ദക്ഷിണാമൂർത്തി സങ്കല്പം എന്ന് പറയുന്നത്. ചിന്മുദ്ര, ആചാര്യേന്ദ്രം കരകലിത ചിന്മുദ്രമാനന്ദരൂപം സാത്മാരാമം മുദിതവദനം ദക്ഷിണാമൂർത്തിമീടെ. ഇത് തന്നെയാണ് വേലിന്റെയും മയിലിന്റെയും തത്വം. മഹാദേവനോട് പറഞ്ഞു, ഓങ്കാരത്തിന്റെ തത്വം പറഞ്ഞു തരണേ എന്ന് പറഞ്ഞപ്പോ എല്ലാം അറിയുന്ന മഹാദേവൻ, ചിന്മുദ്ര കാട്ടുന്ന മഹാദേവൻ, ചിന്മുദ്രയിലായിരുന്നു ദക്ഷിണാമൂർത്തിയുടെ ഇരിപ്പ്. അങ്ങനെ ചിന്മുദ്ര, എന്താ ചിന്മുദ്ര എന്ന് പറഞ്ഞാൽ? ജ്ഞാനമുദ്ര. ജ്ഞാനമുദ്ര വളരെ സിമ്പിളാണ്. ചൂണ്ടുവിരല് തള്ളവിരലിലേക്ക് എന്ന് തലമുട്ടിക്കുക, ബാക്കി 3 വിരൽ അങ്ങനെ ആലംബമില്ലാതെ കഴിയുക. ഇതാണ് ചിന്മുദ്ര. ഈ ചിന്മുദ്ര കാണിക്കാൻ എന്താ? നിങ്ങൾക്ക് ഹാപ്പിനെസ് വേണോ, സന്തോഷം വേണോ, ധ്യാനത്തിലൂടെ ലഭിക്കുന്ന ആ ഊർജസ്വലത വേണോ? ദിസ് ഇസ് ദി പ്രിൻസിപ്പിൾ. എന്താ? ഈ 3 വിരലിനെ വിട്ടിട്ട് ചൂണ്ടുവിരല് തള്ളവിരലിലേക്ക് സമർപ്പിക്കുക. എന്ന് വെച്ചാലോ, കർമ്മം നമുക്കറിയാം. ഈ 3 കാര്യങ്ങളാണ്. ഒന്നും അഹം എന്ന ചിന്ത, കർമ്മത്തിന്റെ ചിന്ത, മായയുടെ ചിന്ത. ഇതുപോലെയുള്ള കുറെ ചിന്തകളുണ്ട്. ചിന്താശകലങ്ങളിൽ നിന്ന്, കർമ്മത്തിൽ നിന്ന് വേർപെട്ട് നിൽക്കുക. കർമ്മം എന്ന് വെച്ചാലോ എന്താ? കർമ്മം നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. കർമ്മം എന്ന് വെച്ചാൽ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ല, തലച്ചോറിലാ ശരിക്കും കർമ്മം നടക്കുന്നത്. ഇവിടെ നിങ്ങൾ ഇരിക്കുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട് ആരും അങ്ങനെ ഇത് നമ്മൾ ഈ സ്കന്ദപുരാണം കേട്ടൊന്നും ഇരിക്കുകയല്ല, കുറേ കാര്യങ്ങൾ ഓർക്കുന്നുണ്ട്. ഒന്നും ഓർക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഉറങ്ങിപ്പോവും. ഉറങ്ങുന്ന ആളുകളുണ്ട് ഈ കൂട്ടത്തിൽ. അത് കുറച്ചുകൂടെ ഭേദമാണ്. എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ കർമ്മം എവിടെ നടക്കുന്നു? ഇവിടെ നടക്കുന്നു. ശത്രുത ഇവിടെ നടക്കുന്നു. കോപം ഇവിടെ ആദ്യം ഉണ്ടാകുന്നത്. അതായത് ഏത് കർമ്മവും നടക്കുന്നത് തലച്ചോറിൽ ആദ്യം, മനസ്സിലാണ് ആദ്യം. ഇനി എന്താണ് മനസ്സ് എന്ന് ചോദിച്ചേണ്ടി വരും. അപ്പൊ മനസ്സ് ഏതാണ് എന്ന് പറയാൻ തന്നെ, കാരണം അത് മായയാണ്. ഇല്ലാത്ത ഒരു വസ്തുവിനെ ഉണ്ടാക്കി നമ്മൾ കൺസെപ്റ്റ് ഉണ്ടാക്കിയെടുക്കുക. അത് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ബഹുമിടുക്കനാണ് മനസ്സ്. പറഞ്ഞത് അത്ര വിശ്വാസമില്ല എന്ന് തോന്നുന്നു. ഇല്ലാത്ത കാര്യങ്ങളാണ്, ഉള്ള കാര്യമാണ്. എൻ്റെ മരുമകൾ ഭയങ്കരിയാവള്. ചിലപ്പോൾ അത് ഇല്ലാത്തതൊന്നുമല്ല, എനിക്ക് ഉറപ്പായിട്ടറിയാം. ബുദ്ധി കബളിപ്പിക്കാൻ മിടുമിടുക്കനാണ് ബുദ്ധി. അതുകൊണ്ടാണ് പറയുന്നത്, കൈയില്ലാത്ത ആളിൻ്റെ കൈയുടെ വിരലെ ചൊറിച്ചിൽ വന്നാൽ എന്ത് ചെയ്യും? ഡോക്ടർമാരോട് ചോദിച്ചു, ഇവിടെ എങ്ങനെ ഡോക്ടർമാർ ഇരിപ്പുണ്ട്, ചോദിച്ചു നോക്കിയാൽ അറിയാം. പലതരത്തിലുള്ള അസുഖങ്ങളുമായിട്ട് ഡോക്ടറുടെ അടുക്ക് വരാറുണ്ട്. അതിലൊരസുഖമാണ് ഫാൻറ്റം പെയിൻ. എന്താണ് പെയിൻ എന്ന് വെച്ചാൽ, അത് ഈ പട്ടാളക്കാർക്കൊക്കെ ഉണ്ടാകും. ചിലപ്പോൾ കൈയുടെ പകുതി മുറിഞ്ഞു പോകും, വലത് കൈയുടെ പകുതി മുറിഞ്ഞു പോവുക. പക്ഷെ രാത്രി കിടക്കുന്ന സമയത്തോ അതല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന സമയത്തോ വലത് കൈയുടെ വിരലെ ചൊറിയുന്നു. ഇല്ലാത്ത കയ്യിലെ ഇല്ലാത്ത ചൊറിച്ചിൽ എങ്ങനെ മാറ്റും? നേരെ ഡോക്ടറുടെ അടുക്ക് ചെല്ലുക. ഡോക്ടറെ, വലത് കൈയാണ് അറ്റത്ത് ചൊറിച്ചില്ല. വലത് കൈ ഇല്ലല്ലോ, അത് പറഞ്ഞിട്ട് വിശേഷമില്ല. പിന്നെ അവരെന്ത് ചെയ്യും? ഒരു ഗുളിക കൊടുക്കും, ഇത് കഴിച്ചോളൂ. ഗുളിക കഴിച്ചു, എങ്ങനെയുണ്ട്? ഇപ്പൊ കുറവുണ്ട്. ഇല്ലാത്ത ചൊറിച്ചിൽ മാറ്റാൻ, ഇല്ലാത്ത കയ്യിലെ ഇല്ലാത്ത ചൊറിച്ചിൽ മാറ്റാൻ ഇല്ലാത്ത ഒരു ഗുളിക കൊടുക്കൂ. പ്ലാസിബോ ഇഫക്റ്റ് എന്നാണ് മെഡിക്കൽ ഡിക്ഷണറിയിൽ അതിന് പറയുക. ഇങ്ങനെയുള്ള രോഗത്തിന് കൊടുക്കുന്നത് അത്തരം മരുന്നുകൾ കൊടുക്കണം. മനസ്സ് മായയാണ്. ഈ മായയെ നമ്മൾ എന്ത് ചെയ്യണം? അതിക്രമിച്ചിട്ട് അഹം എന്ന ബോധം, അഹം 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 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 വേറെ, എനിക്കൊരു എൻ്റേതായ ജീവിതം, എൻ്റേതായ സങ്കല്പം. ചില ആളുകൾ എപ്പോഴും അഹത്തിലായിരിക്കുന്നത്. ഈ അഹം കൂടുതലായി കഴിഞ്ഞാൽ ദുഃഖം ഉണ്ടാകും എന്ന് പറയുന്നത്. അഹത്തിന് മറ്റു കുഴപ്പമൊന്നുമില്ല, അത് ദുഃഖം ഉണ്ടാകും. വേലായുധസ്വാമി എന്ത് ചെയ്യും? ഈ അഹത്തിന് നമ്മൾ ഈ ചിന്മുദ്രയിൽ കാണുന്നത് പോലെ വേലെന്ന് പറയുന്നത് അറിവും, മയിലെന്ന് പറയുന്ന വിചാര ശതങ്ങളെ, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് നിർത്തി ഇങ്ങനെ നിൽക്കുക. എന്തിനാണ് വേലായുധസ്വാമി നമ്മളോട് പറയുന്നത്? ഒരു തത്വം ഇതാണ്.
എന്താ വേലും മയിലും തുണയായി കണ്ടാൽ മനസ്സിലുണ്ടാകുന്നത്, ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഭദ്രതയാണ്. കലിയുഗത്തിലെ ഏറ്റവും വലിയ പ്രശ്നം അതാ അല്ലേ? എന്താ കലിയുഗത്തിന്റെ പ്രത്യേകത? കലി എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം. മലയാളത്തിലെ അർത്ഥം തന്നെ കലി, ദേഷ്യം. കലിയുഗം മീൻസ് ദേഷ്യയുഗം. ഈ യുഗത്തിൽ എല്ലാവർക്കും ദേഷ്യമാണ്. കൊച്ചു കുട്ടികൾക്ക് വരെ ദേഷ്യമാണ്. ഞാനിപ്പോൾ ഈ പ്രഭാഷണം 15 മിനിറ്റ് കൂടെ നീട്ടിക്കഴിഞ്ഞാൽ എനിക്കറിയാം 6:45 7:45 പറഞ്ഞിരിക്കുന്നത്. 7:45 കഴിഞ്ഞ് 8 അടുക്കാറാകുമ്പോഴത്തേക്കും പെട്ടെന്നുണ്ടാകുന്ന അസ്വസ്ഥത ഇവിടെ ഇരിക്കുമ്പോൾ ഫീൽ ചെയ്യും. എന്താ അത്? ദേഷ്യം. അത് സ്വാഭാവികമായിട്ട് പ്രകടിതമാണ്. അതുകൊണ്ട് ആ നിദ്ര, ഹിംസ, വിഷാദനം, ശോകം, മോഹം, ഭയം, ദൈന്യം ഇതെല്ലാം കൂടെ ചേരുന്നതിനെയാണ് കലിയുഗം എന്ന് പറയുന്നത്. ദേഷ്യത്തിന്റെ കാലമായത്. ടെൻഷൻ, ദേഷ്യത്തിന്റെ വേറൊരു വകഭേദമാണ് ടെൻഷൻ. ടെൻഷനും ദേഷ്യവും ഭയം, ഫിയർ എന്ന് പറയുന്ന മാനസികാവസ്ഥയുടെ 2 മക്കളാണ്. ഭയം ഉണ്ടാകും, ടെൻഷനും ഉണ്ടാകും. ടെൻഷൻ ഉണ്ടാകാൻ കാരണം ഭയമാണ്. ഇനി എന്താണ് ടെൻഷൻ എന്ന് ചോദിച്ചാൽ ടെൻഷന്റെ ഒറ്റ ഡെഫിനിഷൻ ഇതേ ഉള്ളൂ. നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് വേറെ എവിടെയെങ്കിലും പറന്നു പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് ടെൻഷൻ. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും അടുത്ത ജോലിയെക്കുറിച്ചാണ് പലരും ചിന്തിക്കുന്നത് അല്ലേ? ഇത് കഴിഞ്ഞിട്ട് വേണ്ടേ നമുക്കൊന്ന് പോകാൻ? അവിടെ ചെന്നു കഴിഞ്ഞാൽ ഇന്ന് എന്തൊക്കെയായിരിക്കാം? അത്താഴം എന്തായിരിക്കാം? ഇന്ന് മോട്ടർ അടിച്ച് കാണുമോ? പലരും ചിന്തിക്കുന്നുണ്ട്. ഈ ചിന്ത നമ്മൾ ശീലിച്ച് ഇനി ഇതിൽ നിന്നും രക്ഷപ്പെടാൻ നമുക്ക് നിവൃത്തിയില്ല. അതുകൊണ്ടാണ് ഈ അവസ്ഥയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. ഈ 3 വിരലുകളെയും നിന്നും മാറി ജീവാത്മാവ് പരമാത്മാവിലേക്ക് ചിന്തിക്കുക. ഗുരുവായൂരപ്പ, കൃഷ്ണ, ഗുരുവായൂരപ്പ, വേലായുധ സ്വാമി എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഈ 3-ൽ നിന്ന്, എൻ്റെ കർമ്മത്തിൽ നിന്ന്, മായയിൽ നിന്ന്, അഹം ചിന്തയിൽ നിന്ന് ഞാനിങ്ങ് മാറിയിട്ട് ഗുരുവായൂരപ്പ അല്ലെങ്കിൽ വേലായുധ സ്വാമി നിന്റെ മുൻപിൽ ഞാൻ സറണ്ടർ ചെയ്യുന്നു. ഇതാണ് ചിന്മുദ്ര. ധ്യാനത്തിലിരിക്കും ഈ ചിന്മുദ്രയിൽ ഇരിക്കണം എന്ന് പറയും. കാരണം മറ്റൊന്നും തലയിലേക്ക് കയറി വരരുത്. അതിനാണ് സ്വസ്ഥത എന്ന് പറയുന്നത്. എല്ലാം നമുക്കറിയാം. 2024 ഏറ്റവും പുതിയ ഇംഗ്ലീഷ് വാക്ക് ബ്രെയിൻ റോട്ട്. അതാണ് ഏറ്റവും ഇംഗ്ലീഷ് ഭാഷയ്ക്കുള്ള പ്രത്യേകത. എങ്ങനെയാണെന്ന് വെച്ചാൽ വാക്കുകൾ, പുതിയ വാക്കുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2024 ഡിസംബറിലാണ് ഈ പുതിയ വാക്ക് ഡിക്ഷണറി കയറിയത്. ഓക്സ്ഫോർഡ് ഡിക്ഷണറി അത് അംഗീകരിച്ചു. എന്താ പേര്? ബ്രെയിൻ റോട്ട്. BRAINROT. ഈ വാക്കിന്റെ അർത്ഥം എന്താണ്? ഈ വാക്കിന്റെ അർത്ഥം ഇതാണ്: തലച്ചോറിനുള്ളിലേക്ക് സകല ചപ്പുചവറുകളും വന്നു വീണ് കഴിഞ്ഞിട്ട് തലയ്ക്കകത്തുണ്ടാകുന്ന ഒരു വൈക്ലഭ്യമുണ്ട്, ഒരു സ്തംഭനാവസ്ഥയുണ്ട്, ഒരു കൺഫ്യൂഷനുണ്ട്, ആശയക്കുഴപ്പമുണ്ട്. ഇതിൻ്റെ പേരാ ബ്രെയിൻ റോട്ട്. നിങ്ങളൊക്കെ അത് ശീലിച്ചിട്ടില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ സെൽഫോൺ എടുത്തിട്ട്, സ്മാർട്ട് ഫോൺ എടുത്തിട്ട് വീഡിയോകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഒരു 2-2.5-3 മണിക്കൂർ കഴിഞ്ഞിട്ടൊന്ന് താഴെ വെച്ചിട്ടൊന്ന് കണ്ണടച്ച് നോക്കുക. തലച്ചോറിലേക്കൊന്ന് ശ്രദ്ധിക്കുക. അവിടെ എന്താ നടക്കുന്നത്? കുട്ടികളോട് ചോദിച്ചാൽ അറിയാം. 10 വയസ്സ് അല്ലെ 10 മണി മുതൽ 10:30 മണി വരെ നമ്മൾ TV-യിലോ അല്ലെങ്കിൽ മൊബൈലിലോ നെറ്റിലോ പരതി കഴിഞ്ഞിട്ട് കിടന്നുറങ്ങുമ്പോൾ തലയ്ക്കകത്തൊരു വല്ലാത്ത അവസ്ഥയുണ്ട്, ഒരു മായികമായ ഒരു അവസ്ഥയുണ്ട്. ബ്രെയിൻ റോട്ട്. തലച്ചോറ് ചെതല് പിടിക്കുന്ന ഒരവസ്ഥ. ഇത് കാലക്രമേണ പതുക്കെ രോഗമായിട്ട് കടന്നു വരാം. 40 വയസ്സ്, 40. അതുകൊണ്ടാണ് ഈ കലിയുഗത്തിന്റെ ഒരു പ്രത്യേകത പറയുന്നത്, നക്ഷരി ആയുർബലം. ആയുസ്സുണ്ടാകാം, ബലമുള്ള ആയുസ്സില്ല. ഒരു 35-40 കഴിയുമ്പോഴേക്കും പതുക്കെ ഇപ്പൊ വൃദ്ധന്മാരാകുന്നതാണ് അല്ലേ? അമ്മൂമ്മയോട് പണ്ടൊരാൾ പറഞ്ഞതുപോലെ, എൻ്റെ അമ്മൂമ്മ 70 വയസ്സിൽ നേടിയതൊക്കെ ഞങ്ങളിതേ 25 വയസ്സിൽ നേടിക്കഴിഞ്ഞിരിക്കുന്നു. എന്താ നേടിയത്? നടുവേദന, മുട്ടുവേദന, തല നരച്ചു, ഓർമ്മപ്പശക്. ഇപ്പൊ പിള്ളേർക്ക് ധാരാളമുണ്ട്. ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എനിക്കറിയാം, കൊച്ചു പിള്ളേർ 10-ാം ക്ലാസ്സിലും 12-ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ചാടി കയറി ബസ്സിൽ സീറ്റിലിരിക്കും, പ്രൈവറ്റ് ബസ്സിലാണെങ്കിൽ.
സൈഡിൽ നിൽക്കുന്ന എനിക്ക് വേണമെങ്കിൽ പറയാം അത് വൃദ്ധന്മാർക്കുള്ള മുതിർന്ന ആളുകൾക്കുള്ള സീറ്റാണ് എഴുന്നേക്കാൻ. എനിക്ക് പറയാൻ തോന്നാറില്ല. കാരണം എന്നേക്കാൾ ആവശ്യത അവർക്ക്. വൈകുന്നത് വരെ ക്ലാസ്സിൽ ഇരുന്നിട്ട് അവരുടെ മുഖം കാണുമ്പോൾ ഈശ്വര ഞാൻ എത്ര ഭേദവും തോന്നും. കലിയുഗത്തിൻ്റെ പ്രത്യേകതയാണ് ടെൻഷൻ യുഗം. ടെൻഷൻ അടിച്ച് ആകപ്പാടെ പരിഭ്രാന്തരായി ആശയക്കുഴപ്പത്തിലായി സ്മൃതിഭംഗം നേരിട്ട ആളുകളാണ്. കാരണം തലച്ചോറിൽ മുഴുവൻ ചപ്പ് ചവറുകളാണ്. ഡിലീറ്റ് ചെയ്തില്ല. നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അവസ്ഥ പോലെ. ഒരു വീട്ടിൽ ചെന്നാൽ ഗൃഹനാഥയുടെ സ്വഭാവം അറിയണമെങ്കിൽ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയാൽ മതിയെന്ന് പറയാറുണ്ട്. ചിലരുടെ ഇവിടുത്തെ കഥയല്ല ഞാൻ പറയുന്നത്, കിടങ്ങൂരൊന്നും അങ്ങനെയുള്ളവരല്ലെന്നറിയാം. സാധാരണ ഫ്രിഡ്ജ് ഒന്ന് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ കുത്തി നിറച്ച് വെച്ചിരിക്കുക അതിനകത്ത്. ചില ഫ്രിഡ്ജ് തുറക്കാൻ മേലെ അവൻ്റെ പകുതി സാധനം പുറത്തേക്ക് വീഴും. എങ്ങനെയോ അടച്ചു വെച്ചിരിക്കുകയാണ്. അതിനുള്ളിൽ കഴിഞ്ഞ ആഴ്ച വെച്ച സാമ്പാറുണ്ടാകാം, മറന്നുപോയ ചില കറികൾ അതിനകത്തുണ്ടാവാം, കഴിഞ്ഞ വർഷം ശബരിമലയിൽ പോയി കിട്ടിയ അപ്പത്തിൻ്റെ ചെറിയൊരു കഷ്ണം അതും അവിടെ കിട്ടുന്നു വരാം, ഗുരുവായൂരിൽ നിന്ന് കിട്ടിയ പ്രസാദം കളഭം അതും അതിനകത്തുണ്ടായെന്ന് വരാം, പിന്നെ കുറേയധികം പ്ലാസ്റ്റിക് കൂടുകൾ, പിന്നെ അരിമാവുണ്ടാകാം, അതിനിടയിൽ മോര് കാണാം, തൈര് കാണാം. അത്യാവശ്യം ഒരു സാധനം അതിനകത്ത് പോയി എടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഇതേ തരത്തിലാണ് നമ്മുടെ തലച്ചോറിൽ. ഒരുപാട് വിവരങ്ങളാണ്. ഇന്നിപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുകയാണ്. ഈ കേരള സംസ്ഥാനത്തിലുള്ള സകല പഞ്ചായത്തിലുമുള്ള കാൻഡിഡേറ്റ്സിൻ്റെ പേരൊക്കെ ഓർത്ത് ഇരിക്കുന്ന ചില കക്ഷികളുണ്ട്. ആവശ്യമുള്ളതാണോ ഇത്? കാരണം ഇവരൊരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ പേരുകളുടെ ഓർമ്മിച്ചിരിക്കേണ്ട കഥ തന്നെ ഇല്ല. പക്ഷെ അതല്ല, ചിലർ അരിച്ചു കുടിച്ച് ഭരിച്ച് എഴുതി വെക്കും. അത് കഴിഞ്ഞു, അടുത്ത ഇലക്ഷൻ വരാറായി ഉടനെ വീണ്ടും സ്ഥാനാർത്ഥികളുടെ കാര്യങ്ങളാണ്. കുട്ടികളുടെ അവസ്ഥ പറയുകയാണെങ്കിൽ ഓരോ നിമിഷം തോറും നമുക്കറിയാം പുതിയ 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 വീഡിയോ. ഒരു വീഡിയോ വരുന്നു, അത് തലച്ചോറിൽ ചെന്ന് രജിസ്റ്റർ ചെയ്യുമ്പോഴേക്കും നമ്മൾ തള്ളി അടുത്ത വീഡിയോയിലേക്കായി. ഒന്നും ശ്രദ്ധിച്ചിരിക്കാനാവാത്ത അവസ്ഥ. ഈ അവസ്ഥയിലാണ് നമ്മൾ വേലായുധ സ്വാമിയുടെ തിരുമുൻപിലെത്തിയിരിക്കുന്നത്. ഹേ വേലായുധ സ്വാമി, അങ്ങയുടെ വേലും മയിലും തുണ. കാരണം മയിലെന്ന് പറയുന്ന പീലി വിരിച്ചിരിക്കുന്ന മനസ്സിനെ വേണ്ടപ്പോൾ ഒതുക്കി വെക്കും, വേണ്ടാത്തപ്പം വിടർത്താൻ കഴിയുന്ന മനസ്സിനെ അങ്ങനെയാകാവുള്ളൂ അലൗ ചെയ്യേണ്ടത്. മനസ്സിനെ നിർബാധം വിട്ടുകൊടുക്കരുത്, വേണ്ടപ്പോൾ പീലി വിടർത്തുക. സ്വാമി ചിന്മയാനന്ദ എറണാകുളത്ത് ഒരു വലിയ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ വരികയാണ്. വലിയൊരു ഹാളാണ്. അപ്പോൾ ഹാളിൽ നിന്ന് മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നു. സ്വാമി മുൻപിൽ. സ്വാമിയെ കാണാനും സ്വാമിയുടെ ഒപ്പം നടക്കാനും വേണ്ടിയിട്ട് എന്ത് ചെയ്തു, അകത്തിരുന്ന ആളുകളൊക്കെ കൂടെ കൂട്ടം കൂട്ടമായിട്ട് പുറത്തേക്കങ്ങ് വരുന്ന സമയത്ത് അവിടെ ഒരു ഇലക്ട്രിക് വയർ പൊട്ടി വീണു. ഞാനിത് 2-3 സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളതാണ്, ഈ നടന്ന സംഭവമാണ്. വയർ പൊട്ടി വീണപ്പോൾ അവിടെ നിന്ന പ്രവർത്തകർ വിളിച്ചു പറഞ്ഞു, ആളുകൾ ഇവിടേക്ക് വരരുത്, കാരണം ഇലക്ട്രിക് വയർ പൊട്ടിക്കിടക്കുകയാണ്, അവിടെ നിർത്തണം. അനൗൺസ്മെന്റ് ഉണ്ടായി, ഇലക്ട്രിക് വയർ പൊട്ടിയിട്ടുണ്ട്, ആളുകൾ മുൻപോട്ട് നടന്നു പോകരുത്, സ്റ്റെയർ ഇറങ്ങരുത്. ആര് കേൾക്കാനാ? നമുക്കറിയാം, ഉത്സവ പറമ്പിലെ അനൗൺസ്മെന്റ് ആരും ശ്രദ്ധിക്കാറില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഈ സ്വാമി അനൗൺസ്മെന്റ് കേട്ട് സ്വാമി തിരിഞ്ഞു നിന്നൊരൊറ്റ അലർച്ച, സ്റ്റോപ്പ് ദെയർ. എല്ലാവരും അവിടെ നിന്നു. അത് കഴിഞ്ഞ് അവിടെ ഒരാൾ വന്നു, പൊട്ടിയ വയറെടുത്ത് മാറ്റി കഴിഞ്ഞിട്ട് സ്വാമി പറഞ്ഞു, ഇനി പൊക്കോളൂ. കൂടെ നിന്ന് ഒരാൾ ചോദിച്ചു, സ്വാമി ഇതെന്തൊരു ദേഷ്യമായത്, സ്വാമിക്ക് ഇത് എവിടുന്ന് കിട്ടി ഈ ദേഷ്യം? സ്വാമി പറഞ്ഞ പ്രസിദ്ധമായ ഒരു മറുപടി ഉണ്ട്. ദേഷ്യമെന്ന് പറയുന്നത് ഐ കീപ് ഇറ്റ് ഇൻ മൈ പോക്കറ്റ്. വേണ്ടപ്പം ഞാൻ പുറത്തെടുക്കും, അത് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ ഉറപ്പിച്ചു വെക്കും. വേലും മയിലും തുണ. വേലായുധ സ്വാമി പറഞ്ഞു തരുന്നത് അത് തന്നെയാണ്. പീലി വിടർത്തിയ മയിലിനെ വാഹനമാക്കി വെച്ചിരിക്കുക. വേണ്ടപ്പോൾ മാത്രം വേണ്ട രീതിയിൽ എടുക്കുക. അല്ലാതെ രാവിലെ മുതൽ വൈകുന്നത് വരെ ദേഷ്യമുള്ള മനുഷ്യനാണെന്ന് പറഞ്ഞാൽ അയാൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലൊക്കെ പറയുന്ന വാക്കുകളിലൊക്കെ ഏത് സമയവും മുഖം ദേഷ്യഭാവത്തിൽ പിടിച്ചുകൊണ്ട് നടക്കേണ്ട ഒരാവശ്യവും ഇല്ല. ദേഷ്യം വേണോ? ചില വികാരങ്ങൾ ആവശ്യമുണ്ട് നമുക്ക് ചില സന്ദർഭത്തിൽ, അത് ആ സമയത്ത് മാത്രം എടുക്കുക. ബാക്കിയുള്ള സമയത്ത് ശാന്തനായിരിക്കുക. സ്ഥായിയായ വികാരം ആനന്ദം. വല്ലപ്പോഴും എടുക്കേണ്ട വികാരം വേണമെങ്കിൽ ദേഷ്യം, വേണമെങ്കിൽ ഇത്തിരി കോപം,
അതല്ലെങ്കിൽ വേണമെങ്കിൽ ഇത്തിരി നിരാശ, വേണമെങ്കിൽ ഇത്തിരി വിഷാദം, അല്പനേരം ദുഃഖിച്ചോളൂ. ദുഃഖമാകാം, വീണ്ടും 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 ദുഃഖമരുത്. മാ ശുച, അധികം ദുഃഖം വേണ്ട. അച്ഛൻ മരിച്ചുപോയി, മുത്തശ്ശൻ മരിച്ചുപോയി, എല്ലാ വർഷവും ആ മരിച്ചുപോയ ദിവസത്തിൽ നമ്മൾ ദുഃഖിച്ചിരിക്കുകയാണോ ചെയ്യുക? അന്ന് അതുകൊണ്ടാണ് സാധാരണ പറയാറുള്ളത്, അന്നിരുന്ന് ഭാഗവതം വായിക്കൂ, രാമായണം വായിക്കൂ, നാമം ജപിക്കൂ. കാരണം എന്താ? ദുഃഖിച്ചിരിക്കാനുള്ളതല്ല, ദുഃഖത്തെ മാറ്റുക, ദുഃഖത്തെ ട്രാൻസ്ഫോം ചെയ്യുക. ജാംഷഡ്ജി ടാറ്റ, നമുക്കറിയാം ഇപ്പോഴത്തെ ടാറ്റയുടെ മുത്തശ്ശൻ, രത്തൻ ടാറ്റയുടെ ഒക്കെ മുത്തശ്ശൻ, 1900 കാലഘട്ടത്തിലോ മറ്റോ ഈ ടാറ്റ എന്ത് ചെയ്തു? ജാംഷഡ്ജി ഒരു ദിവസം മുംബൈയിലെ ഒരു ഹോട്ടലിൽ ചായ കുടിക്കാൻ പോയി. വാട്സൺ എന്ന് പറയുന്ന വലിയൊരു ബ്രിട്ടീഷുകാരുടെ ഹോട്ടലാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന വെയിറ്റർ പറഞ്ഞു, അത് ഇന്ത്യക്കാർക്ക് ഇവിടെ പറ്റില്ല, നിങ്ങൾ പുറത്തെങ്ങാനും ഇരുന്ന് ചായ കുടിക്കണം, ഇത് ഇംഗ്ലീഷുകാർക്ക് മാത്രം ചായ കുടിക്കുന്ന സ്ഥലമാണ്. ജാംഷഡ്ജിക്ക് ദേഷ്യം വന്നു, സ്വാഭാവികമായി ദേഷ്യം വന്നു. നമുക്കെങ്ങാനുമാണ് ദേഷ്യം വരുന്നെങ്കിൽ അവിടെ നിന്ന് ആ ഹോട്ടലിൻ്റെ മാനേജരെ ചീത്ത വിളിക്കുകയോ ഗ്ലാസ് എടുത്ത് വലിച്ചെറിയുകയോ അല്ലെങ്കിൽ പുറത്തിറങ്ങി പ്രതിഷേധ യോഗം കൂടുകയോ ധർണ നടത്തുകയോ ഒക്കെ ചെയ്തേനെ. ജാംഷഡ്ജി ടാറ്റയ്ക്ക് വേറൊന്ന്, അങ്ങേർക്ക് ദേഷ്യം വന്നപ്പോൾ എന്തു സംഭവിച്ചു? കുറച്ചുകൂടി ഊർജ്ജസ്വലനായി. ആ മനുഷ്യനാണ് വാട്സൺ ഹോട്ടലിൻ്റെ നേരെ എതിർവശത്ത് അദ്ദേഹം തുടങ്ങിയ ഹോട്ടലാണ് താജ് ഇന്റർനാഷണൽ. എന്നാ ഞാൻ കാണിച്ചു തരാം ഹോട്ടൽ എന്താണെന്നുള്ളത്. അതിനുവേണ്ടി ശ്രമമായി. ആ ജാംഷഡ്ജി ടാറ്റയാണ് താജ് ഇന്റർനാഷണൽ എന്ന് പറയും. ഇന്നിപ്പോൾ അതിന് 300 അധികം ഹോട്ടലുകൾ വിവിധ രാജ്യങ്ങളിലുണ്ട്. ജാംഷഡ്ജി ടാറ്റ എന്ത് ചെയ്തു? തൻ്റെ ദേഷ്യത്തെ കർമ്മമായിട്ട് ഊർജ്ജസ്വലതയായിട്ട് പരിവർത്തനം ചെയ്തു. നമുക്കിവിടെ അച്ഛനമ്മമാർക്കൊക്കെ അല്ലെങ്കിൽ വീട്ടമ്മമാർക്കും ഗൃഹനാഥന്മാർക്കും ചെയ്യാവുന്ന ഒരു കാര്യമായത്. എന്നാണോ നമുക്ക് ദേഷ്യം വരുന്നത്, ഭർത്താവിനോട് ദേഷ്യം വരുന്നത്, അന്ന് ചൂലെടുത്ത് നമുക്ക് തട്ടുംപുറം മുതൽ താഴെ വരെ അടിച്ചു വരിക, ക്ലീനാകും, ദേഷ്യം മാറിക്കിട്ടും. എപ്പോൾ ദേഷ്യം വരുന്നോ ദേഷ്യത്തെ എന്താക്കി മാറ്റണം? വർക്കായിട്ട് മാറ്റണം. കുട്ടികൾക്ക് ചെയ്യാം. ദേഷ്യം വന്നു കഴിഞ്ഞാൽ കുട്ടികൾ നേരെ പുസ്തകം എടുത്ത് വെക്കുക, ഇന്ന് ഞാൻ എന്ത് ചെയ്യും, പഠിക്കാനുള്ളത് മുഴുവൻ പഠിച്ചെടുക്കും. കാരണം ദേഷ്യം എന്ന് പറഞ്ഞാൽ സർപ്ലസ് എനർജി നമ്മുടെ ശരീരത്തിൽ പമ്പ് ചെയ്യുക, ഹോർമോൺസ് കൂടുതൽ പമ്പ് ചെയ്യുക. അതുകൊണ്ടാണ് ദേഷ്യം വരുമ്പോൾ ഒരു ശക്തിയൊക്കെ വരും. എഴുന്നേറ്റ് നിൽക്കാൻ ജീവനില്ലാത്ത ആളുകൾക്ക് പോലും പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ, പനി പിടിച്ച ആളുകളില്ലേ, എഴുന്നേറ്റ് ഒരു കട്ടിൽ ചവിട്ടി ഒടിച്ചിട്ട് പിന്നെ വീഴും. കുറച്ച് നേരത്തേക്ക് സർപ്ലസ് എനർജി പമ്പ് ചെയ്യുന്ന അവസ്ഥയാണ് ദേഷ്യം. ആ പമ്പ് ചെയ്യുന്ന അവസ്ഥ എന്തിനു വേണ്ടി ഉപയോഗിക്കണം? കൊല്ലാനല്ല, ചീത്ത വിളിക്കാനല്ല, ടെൻഷൻ അടിക്കാനല്ല, പകരം പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുക. വേലും മയിലും തുണൈ, വേലായുധ സ്വാമി നമ്മളെ പഠിപ്പിക്കുന്ന മറ്റൊരു തത്വമാണ്. അപ്പൊ മയിലെന്ന് പറയുന്ന ശതങ്ങള്, ധ്രുവന്റെ കഥ ഏതാണ് പറയുന്നത്? ധ്രുവചരിതം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ധ്രുവന് വേദനയുണ്ടായി, ഒരു കാര്യമുള്ളതല്ല. 2 അമ്മമാര്, അതിലൊരമ്മ മടിയിലിരുന്നപ്പോ, ഉത്താനപാദന്റെ മടിയിൽ ധ്രുവൻ കയറിയിരുന്നപ്പോ ഒരമ്മ പറഞ്ഞു, നിനക്ക് ഇവിടെ ഇരിക്കാൻ അർഹതയില്ല, നീ ആ സുനീതയുടെ മകനാണ് എന്ന് പറഞ്ഞ് ധ്രുവനെ ഇൻസൾട്ട് ചെയ്തു. ഇൻസൾട്ട് ചെയ്തപ്പോൾ 5 വയസ്സുകാരന് ഇൻസൾട്ട്, അവനുണ്ട്, ക്ഷത്രിയ കുമാരനാണ്. അവൻ പുറത്തേക്ക് ഇറങ്ങി അമ്മയോട് പറഞ്ഞു, അമ്മേ ദേ എൻ്റെ മറ്റേ അമ്മ എന്നെ ഇൻസൾട്ട് ചെയ്തു, എന്നെ വല്ലാതെ വേദനിപ്പിച്ചു, ഞാൻ എന്ത് ചെയ്യണം? ആ അമ്മ പറഞ്ഞു കൊടുത്തു, നീ ട്രാൻസ്ഫോം ചെയ്യണം. നിന്റെ വേദന എന്താക്കി മാറ്റണം? നേരെ ജ്ഞാനമുദ്ര പോലെ ഭഗവാന്റെ മുൻപിലേക്ക് തല കുനിക്കുക. നാരദർ വഴിയിൽ വെച്ച് നാരദർ അതിനെ പോയിന്റ് ആക്കി കൊടുത്തു. എങ്ങനെ? എവിടെ പോണമെന്നുള്ളത് പറഞ്ഞു കൊടുത്തു. നീ വേദനയെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത്, ഈ വേദന വേദാന്തമാക്കി മാറ്റണം. അങ്ങനെയാണ് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം പറഞ്ഞു കൊടുത്തു. ദേഷ്യവും, കടുത്ത ദേഷ്യവും വേദനയും വന്നപ്പോൾ ധ്രുവൻ എന്ത് ചെയ്തു? ആ ദേഷ്യം മുഴുവൻ എടുത്ത് ഏകാന്ത ധ്യാനത്തിലേക്ക് ചെലുത്തി. ഓം നമോ ഭഗവതേ വാസുദേവായ. ആ എനർജി 6 മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു ധ്യാനമായിട്ട്, തപസ്സായിട്ട് അനുഷ്ഠിക്കാൻ ധ്രുവന് ശക്തി കൊടുത്തു. എന്താ ചെയ്തത്? വേദനയെ വേദാന്തമാക്കി മാറ്റി. സങ്കടവും വിഷമവും ഒക്കെ വരുമ്പോ കുത്തിയിരുന്ന് നിലവിളിക്കുകയല്ല വേണ്ടത്.
ദൈവമേ എൻ്റെ അവസ്ഥ കണ്ടില്ലേ എന്ന് പറയുകയല്ല വേണ്ടത്. നാമജപത്തിലേക്ക്, അതല്ലെങ്കിൽ നമുക്ക് അനുഷ്ഠാനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഞാൻ അതിനെ ശ്രദ്ധിക്കുന്നില്ല. ദുഃഖത്തെ ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ശ്രദ്ധിച്ചാലേ അത് വളരൂ. ഏതിനെ ശ്രദ്ധിക്കുന്നു അത് വളരും. സംശയമുണ്ട് നോക്കുക. ഇപ്പം നിങ്ങൾ ചിലപ്പോൾ മുട്ടുവേദന മറന്നിരിക്കുന്ന സമയമല്ലേ? മുട്ടുവേദനയുണ്ടോ എന്ന് ഞാനിപ്പോൾ ചോദിക്കുമ്പോൾ ഓ ശരിയാണല്ലോ, കാര്യം ഞാനത് വിട്ടുപോയി. ഉടനെ നമ്മുടെ മുട്ടൊന്ന് തിരുമാൻ നോക്കും. ക്രമേണ മുട്ടുവേദന കൂടി 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 വരും. എന്താ അത്? എന്തിനെ ശ്രദ്ധിക്കുന്നോ അത് വളരും. ശ്രദ്ധ കൊടുക്കാതിരുന്നാൽ അത് തളരും. ഏതിലേക്ക് ശ്രദ്ധ കൊടുക്കണം? ഭഗവാനിലേക്ക്, ആത്മാവിലേക്ക്, പരബ്രഹ്മത്തിലേക്ക് ശ്രദ്ധ കൊടുക്കുക. വേലും മയിലും തുണയും. വേൽ അതാണ്. വേലിന്റെ അഗ്രഭാഗം പോയിന്റഡ് ആണ്. ധ്രുവൻ എന്ന വാക്കിന്റെ അർത്ഥവും അത് തന്നെ. പോയിന്റഡ്. പോയിന്റഡ് എന്ന് പറഞ്ഞാൽ ഏകാന്ത ബുദ്ധി, ഒറ്റ ലക്ഷ്യത്തിലേക്ക് ഉള്ള ബുദ്ധി. ജപിക്കാനിരിക്കുമ്പോൾ അതല്ലെങ്കിൽ നമുക്ക് വേദനയും വിഷമവും ഒക്കെ ഉണ്ടാകുമ്പോഴേക്കും മനസ്സിനെ എന്ത് ചെയ്യണം? ഉണർത്തണം. കഴുകൻ, ഈഗിൾ എന്ന് പറയുന്ന ഒരു പക്ഷിയുണ്ട്. ഈ പക്ഷിയുടെ ഒരു പ്രത്യേക സ്വഭാവ വിശേഷം നമുക്ക് വലിയ താമസമില്ല, നമുക്ക് നിർത്താം. ഇടയ്ക്ക് ഞാനൊന്ന് പറയുകയാണ്. അല്ല എന്നാലും ഞാൻ പറയുകയാണ്, വിശപ്പ് വരുമ്പോഴേക്കും നമ്മളെയൊക്കെ വിട്ടുപോകും. അപ്പോൾ കഴുകൻ എന്ന് പറയുന്ന ഒരു പക്ഷി, ഈ പക്ഷിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താന്ന് വെച്ചാൽ ഇതിനെ ലോകത്തിൽ മറ്റൊരു പക്ഷി ഇതിനെ ആക്രമിക്കില്ല. കഴുകൻ രാജാവെന്ന് പറയാം, പക്ഷി രാജാവാ. വേറൊരു പക്ഷിക്കും ഇതിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കാനുള്ള ധൈര്യമില്ല. അതുകൊണ്ട് മറ്റു പക്ഷികളൊക്കെ കഴുകൻ എത്തുമ്പോഴേക്കും പറന്ന് മാറിപ്പോകും. എന്നാൽ കഴുകനെ ആക്രമിക്കുന്ന ഒരേ ഒരു പക്ഷിയുണ്ട്, അതാണ് കാക്ക, ക്രോ. ഈ കാക്ക എന്താ കഴുകനെ ആക്രമിക്കുന്നതെന്ന് ചോദിച്ചാൽ എന്താണെന്നറിയില്ല. നേരെ ചെല്ലും കഴുകന്റെ മുതുകത്തിരുന്നത് കഴുകന്റെ ശരീരത്തിലുള്ള പ്രാണികളെ കൊത്തി തിന്നും. ഭയങ്കര ശല്യമാണ്. പക്ഷേ ഇന്ന് വരെ കഴുകൻ കാക്കയോട് വഴക്കടിക്കാൻ പോയിട്ടില്ല. പക്ഷി നിരീക്ഷകരെ അത്ഭുതപ്പെടുത്തിയ കാര്യമാണ്. തിരിഞ്ഞു നിന്ന് ഒരൊറ്റ കൊത്തിയാൽ ഈ കാക്ക പറന്നു പോകും. കഴുകൻ എന്ത് ചെയ്യും? കഴുകൻ എവിടെ പറഞ്ഞു? കാക്ക പുറകെ ചെല്ലും, അതിനെ കൊത്തുക, ശല്യപ്പെടുത്തുക, മുറിവേൽപ്പിക്കുക. ഈ സമയത്ത് കഴുകൻ ചെയ്യുന്ന ഒരു ടെക്നിക്കുണ്ട്. നേരെ മുകളിലേക്ക് അങ്ങ് പോകും. കഴുകൻ അതിന് കഴിവുണ്ട്, കാക്കയ്ക്ക് അതിന് കഴിവില്ല. ഇത് മുകളിലേക്ക് ചെല്ലുക, കാരണം 100 കണക്കിന് അടി മുകളിലേക്ക് എത്തിക്കഴിയുമ്പോഴേക്കും ശ്വാസം കിട്ടാതെ കാക്കയെല്ലാം കൂടെ താഴോട്ട് പോരും. കാക്ക പറയും എനിക്ക് അത്രയും കഴിവില്ല ഉയർന്നു നിൽക്കാൻ. കഴുകൻ അതേ ഉള്ളൂ, നേരെ പിന്നെ തിരിച്ച് താഴേക്ക് വരും. ഉയർന്നു കഴിഞ്ഞാൽ, മനസ്സിനെ ഉയർത്തിക്കഴിഞ്ഞാൽ ഒരു വേദനയും നിങ്ങളെ വന്ന് ശല്യപ്പെടുത്തില്ല. മനസ്സിന് വിഷമവും സങ്കടവും പ്രയാസവും ഒക്കെ ഉണ്ടാകുമ്പോഴേക്കും ആ വേദനകളും വിഷമങ്ങളും ഒക്കെ എന്ത് ചെയ്യണം? മൂപ്പർക്ക് കൊടുക്കണം. വേലും മയിലുമായി നിൽക്കുന്ന വേലായുധ സ്വാമിയുടെ മുൻപിലേക്ക് വന്ന് കൊടുക്കണം. ഇതൊക്കെ നീ എടുത്തോളൂ, ഞാൻ എൻ്റെ മനസ്സിന് വേദനിക്കാനോ ദുഃഖിക്കാനോ പ്രയാസപ്പെടാനോ ടെൻഷൻ അടിക്കാനോ ഭയപ്പെടാനോ ഉള്ള ഒരവസരവും ഞാൻ കൊടുക്കുന്നില്ല. എൻ്റെ വേലായുധ സ്വാമിയെ നാരായണ നമഃശിവായ 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 ഇങ്ങനെ പല വട്ടം നമ്മൾ ജപിച്ചുകൊണ്ടിരിക്കുക. ടെൻഷനെ കുറിച്ചും കോപത്തെ കുറിച്ചും. ഒരു കോപത്തിന് ഭയങ്കര നിങ്ങളുടെ ഊർജം മുഴുവൻ കളയും. ന്യൂറോളജിക്കാർ പറയുന്നത് 44 മസിലുകൾ ഉപയോഗിക്കണം എന്ന് പറയുന്നു ഒന്ന് ദേഷ്യപ്പെടണമെങ്കിൽ. സംശയം ഉണ്ടെങ്കിൽ ദേഷ്യപ്പെട്ട് നോക്കുക. ഇവിടെയൊക്കെ വേദന വരും. ശരിക്കൊന്ന് ദേഷ്യപ്പെടണം, വെറുതെ അല്ല. ശരിക്കൊന്ന് ദേഷ്യപ്പെട്ട് കഴിയുമ്പോഴേക്കും ഈ ഭാഗത്തും ഇപ്പം ഈ ഷോൾഡറിന്റെ ഭാഗത്തും കഴുത്തിലുമൊക്കെ വേദന വരും. കാരണം 44 മസിലുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളൊന്ന് ദേഷ്യപ്പെടുന്നത്. ചിരിക്കണമെങ്കിൽ 14 മസിൽ മതി. പിന്നെന്താ നമ്മൾ കൂടുതൽ ചിരിക്കാത്തത്? അത്ഭുതങ്ങളായിട്ടൊക്കെ. ഒരു കഷ്ടപ്പാടുമില്ല ചിരിക്കണമെങ്കിൽ, 14 മസിൽ മതി. പക്ഷേ നമ്മൾ ചിരിക്കാൻ കൂട്ടാക്കാറില്ല. 44 മസിലുകളെ ഹേമദണ്ഡം ചെയ്ത് നമ്മൾ ദേഷ്യപ്പെടും. കാരണം എന്താ? വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള ആ ഒരു ടെക്നിക്ക് നമുക്ക് അറിയില്ല. അപ്പോ വർത്തമാനകാലത്തിൽ വേലായുധ സ്വാമി നമ്മളെ പഠിപ്പിക്കുന്നത് ഷാർപ്പായിരിക്കട്ടെ. വ്യവസായാത്മിക ബുദ്ധി ഏകേഹ കുരുനന്ദന. വ്യവസായാത്മിക ബുദ്ധി എന്ന ആ ബുദ്ധിക്ക് ഒരു പേരുണ്ട്.
വേലായുധ സ്വാമിയുടെ വേലിൻ്റെ അറ്റത്തെ എന്താ പറയുക മുനയ്ക്ക് ഒരു പേരുണ്ട്. അതിൻ്റെ പേര് വ്യവസായാത്മിക ബുദ്ധി, ഇളകാത്ത ബുദ്ധി. ഒന്നിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു കഴിഞ്ഞാൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കുക. ഇപ്പൊ ഇന്ന് നമ്മൾ തീരുമാനിക്കുക, അമ്പലത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ സ്വാമി ഒരു ചോദ്യമുണ്ട്. ഗുരുവായൂരപ്പൻ്റെ മുമ്പിലാണെങ്കിലും ഭഗവാന്റെ മുമ്പിലാണേലും മഹാദേവന്റെ മുൻപിലാണേലും ചെല്ലുമ്പോൾ ഒരു ചോദ്യമുണ്ട്, നിനക്കെന്താ വേണ്ടത്? ആ ചോദ്യത്തിന് നമ്മൾ അപ്പോഴപ്പോഴത്തെ ആവശ്യങ്ങൾ പറയും. മകനൊരു ജോലി വേണം, മകളുടെ കയ്യിൽ വിവാഹം നടക്കണം, മരുമകളുടെ സ്വഭാവം നന്നാവണം, മകൻ്റെ മദ്യപാനം നിർത്തണം, ഇതെല്ലാം പറയുക. അപ്പൊ ഗുരുവായൂരപ്പൻ തിരിച്ചു ചോദിക്കും, നീ വിചാരിച്ച നിന്റെ മകന്റെ മദ്യപാനം നിൽക്കുമോ? അല്ല, അത് ഗുരുവായൂരപ്പ നീ തന്നെ അങ്ങോട്ട് എന്തെങ്കിലും മാജിക് പ്രവർത്തിച്ച് നീ അവൻ്റെ മദ്യപാനം നിർത്തണം. ഗുരുവായൂരപ്പൻ പറയും, എനിക്കതിലേക്ക് ഇടപെടാൻ പറ്റില്ല. പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഗുരുവായൂരപ്പൻ, ഒരാളുടെ കർമ്മത്തിൽ എനിക്ക് ഇടപെടാൻ പറ്റില്ല. കർമ്മം നമ്മൾ ഉണ്ടാക്കുന്നു, അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടിയിരിക്കും. ആ റിസൾട്ടിന് കർമ്മം അങ്ങനെയാ. അത് ഫിസിക്സിന്റെ തിയറിയാണ്, കെമിസ്ട്രിയിലും തിയറി ഉണ്ട്, സൈക്കോളജിക്കലിയും തിയറി ഉണ്ട്. എന്താണോ പോകുന്നത് അത് തിരിച്ചു വരും. ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. എന്താണോ നമ്മൾ കൊടുക്കുന്നത് അത് തിരിച്ചു വരും. ഇപ്പൊ ഗുരുവായൂരപ്പ ഞാൻ എന്താ ചെയ്യുന്നത്? നീ ചെയ്ത കർമ്മത്തിന്റെ ഫലം അത് തിരിച്ചു വരും. ഈ സിദ്ധാന്തം ശരിയാണോ തെറ്റാണോ എന്ന് ഇത് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നതാണ്. കാർമിക് പ്രിൻസിപ്പിൾ എന്നാ അതിൻ്റെ പേര്. ശരിയാണോ തെറ്റാണോ എന്ന് ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരാം. നമ്മുടെ ഡയറി ഉണ്ടെങ്കിൽ, ഇപ്പൊ പ്രായമായി പോയി, ഇനിയിപ്പോൾ ഡയറി ഒന്നും നമ്മളൊന്നും കരുതി വെച്ചിട്ട് കാര്യമില്ല. എങ്കിലും കുട്ടികളോടൊക്കെ പറയാറുണ്ട്, ഒരു ഡയറി ഉണ്ടെങ്കിൽ അന്നന്ന് നടക്കുന്ന നിസാര സംഭവം പോലും വെറുതെ എഴുതി വെക്കുക. വെറുതെ എഴുതി വെക്കുക. എഴുതി വെച്ച് ഡയറി കളയരുത്. നമ്മൾ പറഞ്ഞിട്ടുള്ള ഓരോ വേദനിപ്പിക്കുന്ന വാക്കും അതേ രീതിയിലല്ല. നമ്മൾ ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും തിരിച്ചടിക്കുന്നത് കാണാം. അതേ സാധനം വേറൊരാളിൽ നിന്ന് വരുന്നു. ഈ ഡയറി എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ വരുന്നോ അതെല്ലാം നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ളതാണ്. അപ്പം നമുക്കുണ്ടാകുന്ന ദുഃഖങ്ങളോ കഷ്ടപ്പാടുകളോ ദുരിതങ്ങളോ ആണെങ്കിൽ പോലും വിളിച്ചു വരുത്തിയതാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതിനെയൊക്കെ ഞാൻ വിളിച്ചു വരുത്തിയതാണോ? മക്കളുടെ അവസ്ഥ പോലെ. മക്കൾ വഴി വരുന്നിട്ട് നമ്മളെ വേദനിപ്പിക്കുമ്പോഴേക്കും ആലോചിച്ച് നോക്കുക, ഞാൻ ഇവനെ വിളിച്ചു വരുത്തിയതല്ലേ? വിളിച്ചു വരുത്തിയ ദുഃഖങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നതൊക്കെ. ഗുരുവായൂരപ്പൻ ചോദിക്കുന്നത് ഇതാണ്, കർമ്മത്തിൽ ഒരു പരിധി വരെ നമുക്ക് ഇടപെടാനാവും. മറ്റൊരാളുടെ സ്വഭാവം നന്നാകണമെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് എനിക്ക് ഇവിടെ നിന്ന് ഇടപെടാനാവില്ല. പക്ഷെ മറ്റൊരു കാര്യം ഞാൻ ചെയ്തു തരാം, അവന്റെ സ്വഭാവം എന്തായാലും അത് നിന്നെ ബാധിക്കാതിരിക്കാനുള്ള വ്യവസ്ഥ ഉണ്ടാക്കിത്തരാം. ഭഗവാനെ മല കയറണം, ഈ മല ചെറുതാക്കിത്തരണേ, മല ചെറുതാക്കിത്തരണേ, ഈ വലിയ മല ചെറുതാക്കിത്തരണേ എന്ന് പ്രാർത്ഥിക്കുന്നതിൽ അർത്ഥമില്ല. ഗുരുവായൂരപ്പൻ പറയും, മല ചെറുതാക്കാൻ പറ്റില്ല കുഞ്ഞെ, പക്ഷേ നിനക്ക് മല കയറാനുള്ള ശക്തി നിന്റെ കാലുകൾക്ക് തരാം. അതല്ലേ വേണ്ടത്? അതെ, അതാ വേണ്ടത്. എങ്കിൽ എന്ത് ചെയ്യണം? പ്രാർത്ഥന അങ്ങനെ ആക്കണം. എന്ത്? എനിക്ക് ശാന്തി തരണം, സമാധാനം തരണം. ലിസ്റ്റ് മുഴുവൻ വായിച്ചിട്ടൊരു കാര്യമില്ല. ഗുരുവായൂരപ്പനെ കെണിയിൽപ്പെടുത്താനുള്ള ഒരൊറ്റ മാർഗമേ ഉള്ളൂ. ഗുരുവായൂരപ്പ എനിക്ക് ശാന്തി വേണം, സമാധാനം വേണം, എനിക്ക് ശാന്തി വേണം. എന്താ നിന്റെ ആഗ്രഹം? ശാന്തി, സമാധാനം, സമാധാനം. ഓം ശാന്തി 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 റിപ്പീറ്റ് ചെയ്യുക. എനിക്ക് സമാധാനം, സമാധാനം, സമാധാനം. ബാക്കി കാശ് വേണം, ലോട്ടറി കിട്ടണം, പഠിക്കണം, ജയിക്കണം, അതൊക്കെ അവിടെ നിൽക്കട്ടെ. സമാധാനത്തിനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ബാക്കിയൊക്കെ പിന്നാലെ കയർന്നു വരും. സമാധാനവും ശാന്തി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇന്നതിലൂടെ വേണം എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാനാവില്ല. എനിക്ക് വേണ്ടത് സമാധാനം. വഴക്കടിക്കാൻ പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇത് ആലോചിക്കുക, സമാധാനം വേണോ അതോ ഈ ജയം വേണോ? ഒരു കുട്ടി ബസ്സിൽ യാത്ര ചെയ്യുന്നു. 10-20 വയസ്സ് പ്രായമായിട്ടുള്ള ഏതോ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ഉടനെ ഓരോരുത്തർ പ്രായമായിട്ടുള്ള ഒരു അമ്മൂമ്മ അവിടെ കയറിയിട്ട് പറഞ്ഞു, കുറച്ച് മാറിയിരിക്കൂ. ഓ ശരി, മാറിയിരുന്നു. ആ അമ്മൂമ്മ അവിടെ ഇരുന്നു. കയ്യിലുള്ള ബാഗൊക്കെ ഈ കുട്ടിയുടെ കയ്യിലേക്ക് എടുത്തു കൊടുത്തു. എന്ന് പറഞ്ഞു, കുറച്ച് ഒതുങ്ങിയിരിക്കൂ എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? 2 കൈയും നിവർത്തി
അവിടെ നിന്ന് തിക്കി ഞെരുക്കി ആ കുട്ടി അവിടെ ഇരുത്തി. ഒന്നും മിണ്ടിയില്ല. അത് കഴിഞ്ഞ് അല്പനേരം കഴിഞ്ഞപ്പോഴേക്കും കുട്ടിയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, എനിക്ക് ജനലിൻ്റെ അടുക്ക ഇരിക്കണം, നീ ഇപ്പുറത്തിരിക്കുക. ഓ ശരി. ജനലിൻ്റെ അടുക്ക പോയിരുന്നു. കുട്ടി ഇപ്പുറത്തിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അമ്മൂമ്മയ്ക്ക് തന്നെ തോന്നി, ഈ കൊച്ചാണെന്ന് കരുതി ഞാൻ ആവശ്യത്തിലേറെ ബുദ്ധിമുട്ടിച്ചു. അപ്പൊ തിരിഞ്ഞു ചോദിച്ചു, നിനക്ക് ഒന്നും തോന്നുന്നില്ലേ ഞാനിങ്ങനെ കുറച്ച് സാഠ്യക്കാരിയാണെന്ന് തോന്നുന്നുണ്ടോ? നീ എന്നെ കൊണ്ട് ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടാകുന്നുണ്ടോ? അപ്പോ കുട്ടി പറഞ്ഞു, വല്യമ്മ അതൊന്നുമില്ല, ഞാൻ വല്യമ്മ ടിക്കറ്റ് എടുത്തപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, വല്യമ്മയ്ക്ക് അടുത്ത ജംഗ്ഷനിൽ ഇറങ്ങാനുള്ളതല്ലേ, അടുത്ത ജംഗ്ഷൻ വരെ ഇരുന്നോട്ടെ, അതുകൊണ്ട് എനിക്കത് കഴിഞ്ഞാൽ വേണേ ഇരിക്കാമല്ലോ. ഏത് ദുഃഖവും വിഷമവും സങ്കടവും വരുമ്പോൾ ഓർത്തു നോക്കുക, അപ്പുറത്തിരിക്കുന്ന ആളിന് അടുത്ത ജംഗ്ഷനിൽ ഇറങ്ങാനുള്ളതാ, അതിനപ്പുറത്തിരിക്കുന്ന ആളിന് അതിനപ്പുറത്തെ ജംഗ്ഷനിലുള്ളതാണ്. എനിക്ക് ചിലപ്പോൾ അടുത്ത ജംഗ്ഷനിലായിരിക്കാം. എപ്പോഴാണെന്നറിയില്ല. ഈ ദീർഘയാത്രയിൽ ഏത് നിമിഷം വേണമെങ്കിലും നമുക്ക് ഇറങ്ങാം. എന്തിനാവശ്യമില്ലാത്ത ഒരു വഴക്കിലേക്ക്, പ്രയാസം വരുമ്പോൾ, സങ്കടം വരുമ്പോൾ, കാരണം എനിക്ക് വേണ്ടത് എന്താ? സമാധാനം, ശാന്തി. ചെറുതായിട്ട് വിട്ടുകൊടുക്കുക. ഇതിനെ നമ്മൾ റിനൻസിയേഷൻ, ത്യാഗം എന്നൊക്കെയുള്ള വാക്കാ പറയുക. വൈരാഗ്യം, വേദാന്തത്തിൽ പറയുന്ന വൈരാഗ്യം എന്ന് പറയും. വിരാഗം, അതിനൊരു വലിയ അറ്റാച്ച്മെന്റ് ഒന്നുമില്ല, എടുത്തോട്ടെ. ഒരു സേഠ്, ഞാൻ അതുകൂടെ ഒന്ന് സൂചിപ്പിച്ചിട്ട് നിർത്താം. ഈ മൂകാംബിക ക്ഷേത്രത്തില് നേരിട്ട് പറഞ്ഞതാണ്. ഒരു ബാംഗ്ലൂരിലുള്ള ഒരു സേഠ് എല്ലാ വർഷവും തൊഴാൻ വരും. കുറച്ച് വലിയ പണക്കാരനാണ്. വലിയ പണക്കാരൻ എന്ന് പറഞ്ഞാൽ സാമാന്യം നല്ല കോടീശ്വരനാണ്. ഇദ്ദേഹം ദർശനത്തിന് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, പല മേൽശാന്തിമാരുണ്ട് അവിടെ. അപ്പോൾ അവരെ ചെന്ന് കണ്ട് നേരത്തെ തന്നെ അദ്ദേഹം അറിയിച്ചിരിക്കും, ഞാൻ ഇന്ന ദിവസം വരുന്നുണ്ട്. അപ്പോൾ അകത്ത് നിന്ന് ഈ മേൽശാന്തി പ്രത്യേക ദൂഷനിലയിൽ പൂജിച്ച ഇവിടെ മാല, അതും വലിയ താമരപ്പൂവ്, ലഡ്ഡു, എന്തൊക്കെയാണോ അവിടുത്തെ ആഹാര സാധനങ്ങൾ അല്ലെങ്കിൽ അവിടെ നേദ്യ സാധനങ്ങൾ എന്തൊക്കെ എല്ലാം എടുത്തു വെക്കും. കുങ്കുമം, ചന്ദനം എല്ലാം ഒക്കെ വലിയ താലത്തിലാക്കി നേരെ കൊണ്ടുവന്ന് സേട്ടുവിനെ മുൻപിൽ നിർത്തി പൂവൊക്കെ അർച്ചിച്ച് എന്തൊക്കെയോ മന്ത്രങ്ങളും ചൊല്ലിയാണ് ഇത് കൊടുക്കുന്നത്. സേട്ട് നല്ല ദക്ഷിണയും കൊടുക്കും. അങ്ങനെയായാലും ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് തിരിച്ചൊരു വരവുണ്ട് ആ സേട്ട്. ബാക്കി എല്ലാവരും നമുക്കറിയാം, നമ്മളെ പോലുള്ള ആളുകളൊക്കെ ക്യൂ നിന്ന് അകത്തേക്ക് കയറാൻ കഷ്ടപ്പെടുമ്പോൾ വലിയ താലത്തിൽ പ്രസാദവുമായിട്ട് ഈ വരുന്ന സേഠ്, അദ്ദേഹം ഒരിക്കൽ ഇതുപോലെ വന്നു പ്രസാദം വാങ്ങിക്കാൻ ചെന്നപ്പോഴേക്ക് ഒരു വൃദ്ധനെ കണ്ടു. ആ വൃദ്ധൻ വലിയ ഭക്തനാണെന്ന് തോന്നി. കാരണം നല്ല തിരക്കുള്ള ഈ നവരാത്രി കാലഘട്ടമായിരുന്നു. അകത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ട് അങ്ങ് മുൻപോട്ട് ആയുന്നു, പിന്നോക്കം വലിക്കുന്നു. ആകപ്പാടെ കഷ്ടപ്പെട്ട ആ വൃദ്ധൻ കയ്യിൽ കുറച്ച് നാണയമുണ്ട്. അമ്മേ അമ്മേ എന്നുറക്കെ വിളിക്കുന്നുണ്ട്. കേരളത്തിലെ വടക്കൻ ജില്ലയിൽ നിന്ന് വന്നിട്ടുള്ള ഏതോ ഒരു ഭക്തനാവണം വൃദ്ധൻ. നിലവിളിക്കുന്നുണ്ട്, അമ്മേ അമ്മേ എനിക്കിതൊന്നും തരണം, ഇതൊന്നും നൽകണം, ഇതൊന്ന് തരണം, എനിക്ക് അമ്മയ്ക്ക് ഇതൊന്ന് വാങ്ങിച്ചോളൂ, എനിക്ക് തൊഴാൻ പോലും പറ്റുന്നില്ല, അമ്മയെ കാണാൻ പറ്റുന്നില്ല. ചില ആളുകൾ അങ്ങനെയാണ് കേട്ടോ. ചില ഭക്തന്മാരുണ്ട്, അവര് വിഗ്രഹത്തിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ മറ്റെല്ലാം മറന്നിട്ട് ഉറക്കെ വിളിക്കും. കാരണം അവരുടെ വെരി വെരി പേഴ്സണലായിട്ട് ഭഗവാൻ മാറിയെന്നുള്ളതിന്റെ ലക്ഷണമാണ്. ഇവിടെ ഈ വൃദ്ധൻ ഉറക്കെ നിലവിളിക്കുന്നു, അതിനിടയിൽ കാല് തന്നെ നിലത്ത് വീഴുന്നു, ആരൊക്കെയോ ചവിട്ടുന്നു. 2 വോളണ്ടിയേഴ്സ് അദ്ദേഹത്തെ വലിച്ചുകൊണ്ടുപോയി ഒരു മൂലയെ കൊണ്ടിരുത്തി. ഷർട്ടൊക്കെ കീറി അവിടെ ഇരുന്ന് ഇയാൾ കരയുക, എൻ്റെ കയ്യിലുള്ള പൈസയൊക്കെ പോയല്ലോ എന്ന്. അപ്പോഴാണ് ഈ സേട്ട് കയ്യിൽ വലിയ തട്ടമൊക്കെ ആയിട്ട് പൂജാപാത്രങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. ഒരു നിമിഷം സേട്ടിന് തോന്നി ഈ മനുഷ്യന് ഒരു സന്തോഷം കൊടുക്കുക. അങ്ങേര് വന്നിട്ട് എന്ത് ചെയ്തു, ആ തട്ടം അതേപടി ഇങ്ങനെ മുൻപിലേക്ക് വെച്ചിട്ട് പറഞ്ഞു, അകത്തുനിന്ന് അമ്മ തന്നയച്ചതാണെന്ന് പറഞ്ഞു. അമ്മ കൊടുത്തയച്ചതൊന്നുമല്ല, സേട്ടിന് അങ്ങനെ തോന്നി. ഇത് കണ്ടതോടുകൂടി വൃദ്ധന്റെ വേദനയൊക്കെ മറന്നു. നേരെ എഴുന്നേറ്റ് സേട്ടിന്റെ കാൽക്കൽ വീണിട്ട് പറഞ്ഞു, നിങ്ങളാണ് എൻ്റെ അമ്മ, നിങ്ങളാണ് എൻ്റെ അമ്മ. ഞാൻ വർഷങ്ങളായിട്ട് കാത്തിരിക്കുകയാണ് ഈ ഗുരു ഇവിടെ ഈ വിഗ്രഹത്തിന്റെ മുൻപിൽ പോയി കുറച്ച് പൈസ കാണിക്കണം, അതിനുവേണ്ടി ഞാൻ കരുതി വെച്ച നാണയമാണ് മുഴുവൻ ചെതറിപ്പോയത്. അമ്മ എനിക്ക് പ്രസാദം തന്നു എന്ന് പറഞ്ഞു വൃദ്ധൻ നിലവിളിക്കാൻ തുടങ്ങി. പുറത്തേക്ക് അദ്ദേഹം രക്ഷപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് തൊഴുതതിൻ്റെ മുഴുവൻ സന്തോഷവും കിട്ടി. എന്താ? ഒന്നും നേടുന്നതിലല്ല,
നേടാനൊന്നുമില്ല എന്നറിയുന്നതിലാണ് സന്തോഷം. ഇനി എനിക്ക് നേടാനൊന്നുമില്ല എന്നറിയുന്നതിലാണ് നമുക്ക് സന്തോഷം. കൂടുതൽ നേടാൻ നമുക്കൊന്നുമില്ല, നേടിയതൊക്കെ സന്തോഷം. എനിക്ക് നൽകിയിരിക്കുന്ന രോഗങ്ങളിൽ പോലും ഗുരുവായൂരപ്പ നീ വന്നിട്ട് നിന്റെ തലയിൽ വെച്ചിരിക്കുന്ന മയിൽപ്പീലി തുണ്ടുകൊണ്ടൊന്ന് ഒഴിഞ്ഞു തന്ന അത് മതി എനിക്ക്. ഈ കാറ്റും ഈ സൂര്യപ്രകാശവും എനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ ബന്ധുക്കളും ഈ ജനങ്ങളും, ഇവിടെ ഒരു അമ്പലമെങ്കിലും ഉണ്ടല്ലോ, ഇവിടെ വന്നിട്ട് എനിക്ക് 2 നേരം കൈകൂപ്പി തൊഴാൻ ഒരു അവസരം എനിക്ക് ലഭിക്കുന്നുണ്ടല്ലോ ഭഗവാനെ, അതിനപ്പുറം ഞാൻ എന്താണ് വേണ്ടത്? ഏഴയായിട്ടുള്ള എനിക്ക് ഇത്രത്തോളം അനുഗ്രഹങ്ങൾ അങ്ങ് നൽകിയിട്ടുണ്ടല്ലോ. അരുളാണ് നീയൻ, സത്യത്തിൽ അരുളേ മുരുകൻ, അൻപേ മുരുകൻ, അറിവേ മുരുകൻ, ആനന്ദമേ മുരുകൻ. ഇതൊക്കെ നീ തന്നെയാണ്, സാക്ഷാൽ ഭഗവാൻ. ആ മുരുകന്റെ മുൻപിലാണ് നമ്മളിപ്പോ ഏതായാലും ഈ സ്കന്ദപുരാണത്തിന്റെ ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് എത്തിപ്പെട്ടത്. ആ വേലായുധ സ്വാമി കലിയുഗത്തിന്റെ, ഞാൻ കാര്യം പറഞ്ഞതിൽ ഒരു പ്രത്യേകതയുണ്ട്, കലിയുഗത്തിലെ സാക്ഷാൽ കണ്ട ദൈവമാണ് വേലായുധ സ്വാമി. കാരണം കലിയുഗത്തിൽ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള, ഫിയേഴ്സ് ആയിട്ടുള്ള ചലനങ്ങളാണ് ലോകം മുഴുവൻ നടക്കുന്നത്. നമുക്ക് നിയന്ത്രിക്കാനാവാത്ത ജനോ അധർമ്മ രുചിർഭദ്ര, സകല ജനത്തിനും ഇത്തിരി അധർമ്മമുണ്ട്. നമ്മൾ വിചാരിക്കേണ്ട ധാർമ്മികരാ, ചിലർ നല്ല, അങ്ങനെയൊന്നുമില്ല. അല്പം വ്യത്യാസമേ ഉള്ളൂ. ചിലർ പകല് നല്ലവരാ, ചിലർ രാത്രി നല്ലവരാ, ചിലർ ഇടയ്ക്ക് നല്ലവരാണ്, ചിലർ ചില സമയത്ത് നല്ലവരാണ്. അങ്ങനെയുള്ളൂ. എല്ലാവരുടെ മുൻപിലും അധർമ്മം അങ്ങനെ ഒളിച്ചിരിക്കുക. അവസരം കിട്ടിയാൽ ഈ അധർമ്മം തല ഉയർത്തും. അങ്ങനെ ഇരിക്കുന്ന ഈ കലിയുഗത്തിലെ കാലഘട്ടത്തിൽ ദുഃഖങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ പെരുത്തു വരും. അവിടെ നമുക്ക് രക്ഷ നൽകുന്നത് വേലായുധ സ്വാമിയുടെ ഈ വേലും മയിലും തുണൈ, ആ ഒരു ചിന്ത. വേലായുധ സ്വാമിയുടെ വേലും, ജ്ഞാനമാകുന്ന വേലും മനോനിയന്ത്രണമാകുന്ന മയിലും വേലായുധ സ്വാമി എപ്പോഴും നമുക്ക് തുണയായിരിക്കണമേ. ആനന്ദത്തിന്റെ അളവേ, അരുളഗിരിനാഥൻ ആയിട്ടുള്ള ആ ഭഗവാനെ, സ്വാമിനാഥനായിട്ടുള്ള ആ ഭഗവാനെ, സ്വാമിനാഥൻ, മഹാദേവന്റെ നാഥൻ സ്വാമി നമുക്കറിയാം. ആ സ്വാമിയെ പഠിപ്പിച്ച ടീച്ചേഴ്സ് ടീച്ചർ എന്ന് പറയാം. സ്വാമിനാഥനായിട്ടുള്ള ആ ഭഗവാന്റെ മുൻപില് നമുക്ക് ഈ ഒരു പ്രാർത്ഥനയോടുകൂടി, ഭഗവാനെ ഞങ്ങൾക്ക് ഒരേ ലക്ഷ്യമേ ഉള്ളൂ, ശാന്തി തരണം, സമാധാനം തരണം. കൂടുതലൊന്നും നമ്മൾ ആവശ്യപ്പെടുന്നില്ല, സമാധാനം തരണം. ഈ ബ്രെയിൻ കൂളാക്കി നിർത്തണം ഞങ്ങൾക്ക്. എങ്കിൽ വേണ്ടതൊക്കെ മെല്ലെ ഞങ്ങളിലേക്ക് കടന്നു വരൂ. ഒരുപാട് ആഗ്രഹങ്ങളൊന്നും പറയുന്നില്ല. സമാധാനം തരണേ, ശാന്തി തരണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ സായങ്കാല സഭ ഇവിടെ സമാപിക്കാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഭഗവാൻ വേലായുധ സ്വാമി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ പാർവതീപതേ. ഹര ഹര മഹാദേവ.